വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർക്കാണെങ്കിൽ രാത്രി ഇങ്ങനെ കിടന്നതിന് ശേഷം ഒരു നെഞ്ചുവേദന പോലെ വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ ഇങ്ങനെ വെപ്രാളപ്പെട്ട് അങ്ങോട്ട് ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. അന്നേരം ഭാമയാണെങ്കിൽ ആ അപ്പുറത്തെ ഒരു മുറിയിൽ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നെഞ്ച് തടവിക്കൊണ്ട് ഭാമയെ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ സത്യഭാമ കേൾക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ രാഘവൻ നായരുടെ ഇങ്ങനെ വെപ്രാളമൊക്കെ കണ്ടിട്ട് എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ നെഞ്ചിലാകെപ്പാടെ ഒരു കൊളുത്തി പിടിക്കൽ എന്ന് പറയുകയാണ്. അന്നേരം മരുന്നൊക്കെ കഴിച്ചല്ലേ, വെള്ളം വല്ലതും വേണമെന്നും പറഞ്ഞ് വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങും. വേണ്ട, എനിക്കൊന്നും വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ പറയുന്നുണ്ട്, അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയാണോ ചോദിക്കുമ്പോൾ നീ വിഷ്ണുവിനെ വിളിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, എനിക്ക് വല്ലാത്തൊരു പരവേശം എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് വെപ്രാളപ്പെടുന്ന സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് കിട്ടുന്നില്ല. വിഷ്ണുവും കമലിനും ഒക്കെ ഇങ്ങനെ ഓട്ടത്തിന് പോയിട്ട് ഇടയ്ക്ക് ഇച്ചിരി വണ്ടി ഇങ്ങനെ സ്ഥലത്ത് ഒതുക്കിയിട്ട് കിടന്നുറങ്ങുകയാണ്. കമലിന് തീയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. കമലിന് തറയിൽ കിടന്നുറങ്ങുന്നു. വിഷ്ണു ആണെങ്കിൽ ലോറിയുടെ മുകളിലും കിടന്നുറങ്ങുകയാണ്. അന്നേരമാണെങ്കിൽ അയ്യോ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, കമലിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഭാമ നോക്കുകയാണ്. അന്നേരം പക്ഷേ കമലിൻ്റെ നമ്പർ ഇതിലില്ലല്ലോ എന്നും പറഞ്ഞ് ഭാമ ഇങ്ങ് വെപ്രാളപ്പെടുകയാണ്. ഇപ്പോൾ ഒന്നുകൂടെ വിഷ്ണുവിനെ വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോഴും രാഘവൻ നായർ അവിടെ വേദന കൊണ്ടങ്ങോട്ട് ശരീരമൊക്കെ വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ഇനി രാഘവൻ നായർ ഇങ്ങനെ വെറുതെ അഭിനയിക്കുന്നതാണോ എന്താണെന്നും അറിയില്ല. പക്ഷേ അതിന് ശേഷമാണെങ്കിൽ രാഘവൻ നായർ ഫോൺ എടുത്തിട്ട് ശാലിനിയുടെ നമ്പർ ഡയൽ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ശാലിനിയാണ്, നീ തന്നെ പറ, എനിക്ക് സുഖമില്ലെന്ന് വരാൻ പറയുമെന്ന് പറയുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ രാഘവൻ നായരുടെ ആ ഒരു വേദന കാണുമ്പോൾ ഭാമ ഫോൺ വാങ്ങിക്കുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ അവിടെ ഇങ്ങനെ എന്തോ വിഷമാവുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. കുട്ടികളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. തുടർന്ന് അച്ഛനാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, ഹലോ അച്ഛ, എന്താ രാത്രിയിൽ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭാമ ആദ്യമൊന്നും മിണ്ടുന്നില്ല. അന്നേരം എന്താ അച്ഛാ, എന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയാണ് എന്ന് പറയുകയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ പിന്നെ വിഷ്ണു ഉണ്ടോ അവിടെയും ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം കമലിൻ്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ സത്യഭാമ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സത്യഭാമ പറയുന്നുണ്ട്, അത് വിഷ്ണുവിൻ്റെ അച്ഛന് തീരെ സുഖമില്ല, വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വരാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇത്രയിടം വരെ വരിക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം സത്യഭാമ ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരവും രാഘവൻ നായർ ഇങ്ങനെ നെഞ്ച് പിടിച്ചുകൊണ്ട് ആകെ ഒരു വെപ്രാളവും ബഹളവും ഒക്കെ കാണിക്കുകയാണ്. തുടർന്ന് ശാലിനി എന്ത് പറഞ്ഞു വരുമെന്ന് ചോദിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായരുടെ മുഖമൊക്കെ ഇങ്ങനെ ഭാമ തടവി കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശാലിനി അനുപല്ലവിയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, അനു എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണമെന്ന് പറയുമ്പോൾ എന്താ കാര്യം ചോദിക്കുന്നുണ്ട്. അത്രയ്ക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്, ഇവിടെ വന്നിട്ട് ബാക്കി പറയാമെന്ന് പറയുകയാണ്. തുടർന്ന് കാറിലാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ശാലിനി ആണെങ്കിൽ കമലിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഫോൺ എടുക്കുന്നില്ല. അന്നേരം കമലിനെ വിളിക്കുകയാണ്. കമലൻ തറയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അന്നേരം എഴുന്നേറ്റിട്ട് ബെല്ല് കേട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഇത്രയും സമയമായോ, അയ്യോ ഉറങ്ങിയത് മതി, ഇനി പോവാമെന്ന് പറഞ്ഞിട്ട് ആശാനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്, അല്ല ചേട്ടത്തിമയാണല്ലോ വിളിക്കുന്നത്, എന്താണെന്ന് ചോദിച്ച് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, വണ്ടി കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഫോൺ കൊടുത്ത് ഒരു അത്യാവശ്യ കാര്യമെന്ന് പറയുമ്പോൾ ആശാനെ എന്നിങ്ങനെ താഴെ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്. വിഷ്ണു കിടന്നുറങ്ങുകയാണ് ആ മുകളിൽ ലോറിയുടെ ബാക്കിലെ ഭാഗത്ത്. അന്നേരം ചേട്ടത്തിയമ്മ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായി രാത്രിയിൽ പോകാറായോ എന്നിങ്ങനെ വിഷ്ണു ചോദിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അന്നേരം ചോദിക്കുമ്പോൾ അത് പിന്നെ വിഷ്ണുവേട്ട സത്യമ്മ കുറേ തവണ വിളിച്ചിട്ട് കിട്ടാത്തപ്പോഴാണ് എന്നെ വിളിച്ചതെന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പേടിക്കാനൊന്നുമില്ല, അച്ഛനൊരു നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ നെഞ്ചുവേദനയൊന്നും പറഞ്ഞിട്ട് വിഷ്ണു ഫോണും കൊണ്ട് ചാടി ലോറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അന്നേരം എന്താണെന്നറിയില്ല, ഞാൻ അങ്ങോട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിയോളാം, വിഷ്ണുവേട്ടൻ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ശരി, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കമലിൻ്റെ കൊടുത്തിട്ട് കമല പെട്ടെന്ന് കയറുമെന്ന് പറയുകയാണ്. അന്നേരം കിടന്നിരുന്ന ആ ഷീറ്റൊക്കെ ചുരുട്ടി എടുത്തുകൊണ്ട് കമല വണ്ടിയിലേക്ക് വെച്ച് ചാടി കയറുന്നുണ്ട്. എന്നിട്ട് അന്ന് വിഷ്ണു ആ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ഫോൺ വെച്ചിരുന്നത്. എടുത്ത് നോക്കുമ്പോൾ ഇത്രയും തവണ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ്. അന്നേരം കമലൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. അന്നേരം അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന, നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി എടുത്ത് പോവുകയാണ്. ഇതേ സമയം രാഘവൻ നായരാണെങ്കിൽ വേദന ഉണ്ടെങ്കിൽ കരയുകയാണ്. അന്നേരം ഒന്നുമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഭാമ വിഷ്ണുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പോവുകയാണ് ഭാമയെ, നിന്നെ കൂട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ആകെ കരച്ചിലും ബഹളമൊക്കെയാണ്. അന്നേരം ഇത് കേൾക്കുമ്പോൾ ഭാമയ്ക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട്. അന്നേരമാണ് ശാലിനിയുടെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നത്. അന്നേരം എന്തോ വണ്ടിയുടെ ശബ്ദം കേട്ടല്ലോ എന്ന് രാഘവൻ നായർ ആശ്വാസത്തോടെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ഓടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് സുഖമില്ലോളെ, ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അച്ഛനൊന്നുമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് അന്നേരം സത്യഭാമയും ശാലിനിയും കൂടി പിടിച്ച് രാഘവൻ നായരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് നേരം വെളുത്തതിന് ശേഷം ശാരദാമ്മയാണെങ്കിൽ ചായയും കൊണ്ട് അവിടെ മൊത്തം ശാലിനിയെ നോക്കുകയാണ്. റൂമിലും വെളിയിലും ഒക്കെ നോക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അതേസമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ വെളിയിൽ അനുപല്ലവിയും ശാലിനിയും ഭാമയും ഒക്കെ നിൽക്കുന്നുണ്ട്. അകത്ത് എന്താണെന്ന് അവർ കൂടെ നോക്കുന്നുണ്ട്. ടെൻഷൻ അടിച്ച് ഭാമ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ഒരു മൂലയ്ക്ക് ശാലിനിയും അനുപല്ലവിയും ഒക്കെ നിൽപ്പുണ്ട്. ഈ സമയത്ത് ശാരദാമ്മ പിന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്, എവിടെ പോയി എന്ന് അറിയാഞ്ഞിട്ട്. അന്നേരം ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്, രാത്രി അച്ഛന് സുഖമില്ലാതെ വന്നു, ഇപ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യാമ്മ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, ആണോ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്കാനിങ് ചെയ്യണം, കുറച്ച് റിപ്പോർട്ടൊക്കെ വരാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ് ഇപ്പോൾ സത്യാമ്മയുടെ വിഷ്ണു അവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടനും ഇല്ല, ഉണ്ടെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ഇപ്പോൾ സത്യാമ്മയുടെ ആദർശമൊക്കെ എവിടെ പോയി, ആപത്ത് കാലത്ത് ശത്രുവായിട്ട് നിർത്തിയിരുന്ന നിന്നെ തന്നെ, അത് നീ തന്നെ വേണ്ടി വന്നല്ലോ, ഇതാണ് ആരെയും നിന്ദിക്കരുത് എന്ന് പറയുന്നത് എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ കൂടെ സത്യഭാമയെ നോക്കുന്നുണ്ട്. അന്നേരം ഭാമയെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ശാലിനിക്ക് അങ്ങോട്ട് മുഖം കൊടുക്കുന്നില്ല സത്യഭാമ. തുടർന്ന് പറയുന്നുണ്ട്, എന്നെ അച്ഛൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്, പക്ഷേ സംസാരിച്ചത് സത്യാമ്മയാണ്, വിളിക്കാൻ മടിയുണ്ടായിരുന്നു, എന്നാലും വിളിച്ചു എന്ന് പറയുകയാണ്. അന്നേരം ഇതൊക്കെ ഒരു യോഗമാണ് എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നീ നിൻ്റെ കടമ ചെയ്തു, അച്ഛന് നിന്നെ വലിയ കാര്യമാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ നിന്നെ വിളിക്കാനായിട്ട് തീരുമാനിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുന്നുണ്ട് ശാരദാമ്മ. അന്നേരം ശരി, ഞാൻ അമ്മയെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വെക്കുന്നുണ്ട്. അതിന് മുന്നേ എത്രയൊക്കെ സംഭവിച്ചിട്ട് നീ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മയുടെ ഉറക്കം കൂടി കളയണ്ടെന്ന് കരുതി, പിന്നെ കുഞ്ഞുങ്ങൾ ഉണരും, പിന്നെ അവരെ കൂടി കൊണ്ടുവരേണ്ടി വരും എന്ന് പറയുകയാണ്. അന്നേരമാണ് വിഷ്ണു ഇല്ലേ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നത്. ഇതേ സമയം വിഷ്ണുവും കമലിനും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ബൈക്കിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയൊക്കെയാണ് വരുന്നത്. അന്നേരം എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ വന്ന് ഭാമയെ നോക്കിയിട്ട് ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ, താൻ ഫോണിൽ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുകയാണ്. അന്നേരം രാത്രിയിൽ ഒരു നെഞ്ചുവേദന വന്നതാണ്, പിന്നെ പെട്ടെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛന്, അകത്തുണ്ട് എന്ന് പറയുകയാണ്. ഡോക്ടറൊന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സത്യാമ്മ എന്നെ രാത്രി വിളിക്കുകയായിരുന്നു, വിഷ്ണുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഞാൻ നിന്ന സ്ഥലത്ത് റേഞ്ച് ഇല്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ആ കണ്ണാടിയ ഗ്ലാസ്സിലൂടെ അകത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ചെന്ന് ഭാമയുടെ തോളിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ഒരാശ്വാസം ഒന്നുമല്ല പിടിക്കുകയാണ്. എന്നിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. സമയത്ത് ഡോക്ടർ ഇറങ്ങി വരികയാണ്. ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ, ഞാൻ വിഷ്ണു, അകത്തുള്ള രാഘവൻ നായരുടെ മകനാണ്, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, സ്കാൻ ചെയ്ത് നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം, വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അന്നേരവും വിഷ്ണു ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാൻ പോട്ടെ, പിന്നെ വിളിച്ചപ്പോൾ തന്നെ ഇറങ്ങി വന്നതാണ്, അമ്മയോട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തിരിയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിയിട്ട് വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ കയ്യിലേക്ക് അങ്ങ് പിടിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ, എടോ നന്ദിയുണ്ട്, താൻ വിളിച്ചപ്പോൾ തന്നെ വന്നല്ലോ, എല്ലാത്തിനും നന്ദി എന്നിങ്ങനെ പറയുമ്പോൾ, എന്താ വിഷ്ണുവേട്ടത്, പിന്നെ ഇത് ഞാൻ ചെയ്യേണ്ടതല്ലേ, വിഷ്ണുവേട്ടൻ സ്ഥലത്തില്ലായിരുന്നപ്പോൾ ഞാൻ തന്നെയായിരുന്നു ഇത് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ മുറുകെ കൈകോർത്ത് വിഷ്ണു അങ്ങ് പിടിക്കുന്നുണ്ട്. ഭാമ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ദേഷ്യമൊന്നുമില്ല, ശാലിനിയെ വിഷ്ണുവിനെ ശ്രദ്ധിച്ച് തന്നെ സത്യഭാമ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ ശ്യാമയാണെങ്കിൽ പപ്പിയെയും പിന്നെ സത്യയൊക്കെ ഒരുക്കിയാണ് സ്കൂളിൽ പോകാനായിട്ട്. അന്നേരം എല്ലാവർക്കും റെഡിയാക്കിയിട്ട് അമ്മയെ പെട്ടെന്ന് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അന്നേരം തോരൻ ഉണ്ടാക്കാൻ സമയം എടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. അന്നേരം സമയമൊന്നും ആയില്ലല്ലോ, എന്തിനാ അത്ര വെപ്രാളപ്പെടുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്കാണെങ്കിൽ അമ്മയുടെ കളക്ടർ മോളെ പോലെ സർക്കാർ വാഹനമൊന്നുമില്ല, ഏതെങ്കിലും ഓട്ടോ കിട്ടിയാലേ സ്കൂളിലേക്ക് പോകത്തുള്ളൂ, അത് റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ ഓട്ടോ എങ്ങാനും കിട്ടിയാൽ താമസിച്ചാൽ പിന്നെ സ്കൂളിൽ എത്താനും വൈകും എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിച്ച് സംസാരിക്കുന്നത്, ഒരു വീടാകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും അമ്മയ്ക്കിപ്പോൾ എന്നോട് സ്നേഹമൊന്നുമില്ല, എൻ്റെ ഒരു ഗതികേട് എന്നിങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ വഴക്കുന്ന പോലെയൊക്കെ പറയുന്നുണ്ട് ശ്യാമയോട്. പക്ഷേ ശ്യാമ ഒന്നും കാര്യമാക്കുന്നില്ല. ശ്യാമ അങ്ങനെ തന്നെ വീണ്ടും നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നിന്നോട് പറഞ്ഞു നിന്നാലൊന്നും കാര്യമില്ല, പിന്നെ ഇതിപ്പോൾ ശാലിനി ഇല്ലാത്തതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവൾ കൊണ്ടാക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് കൊച്ചുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ ശാലിനി വണ്ടിയിൽ വരുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വണ്ടി വന്നല്ലോ, ഇനിയിപ്പോൾ ഇതിൽ കയറ്റിവിടാം, ഇതിൽ കൊച്ചുങ്ങളെയും കൊണ്ടുപോകും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട്, എന്താ ഇതിൽ കുട്ടികളെ കൊണ്ടുപോകുന്ന കാര്യമാണോ എന്ന്. അന്നേരം അതെ, അതിനിപ്പോൾ എന്താ കുഴപ്പം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടം വരെ പോകണ്ടല്ലോ എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ രാമേട്ടാന്ന് വിളിക്കുമ്പോൾ, സ്കൂളിൽ വിടുന്നതല്ലേ, ഞാൻ ആക്കിയേക്കാന്ന് പറയുകയാണ്. തുടർന്ന് കുട്ടികൾ രണ്ടുപേരെയും പിടിച്ച് രാമേട്ടൻ കാറിലേക്ക് കയറ്റുന്നുണ്ട്. അന്നേരം ടാറ്റയൊക്കെ പറഞ്ഞ് രണ്ടുപേരും ശാരദാമ്മയ്ക്കും ശാലിനിക്കും എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പോകുന്നത്. അന്നേരം കൊച്ചുങ്ങൾ സന്തോഷത്തോടെ പറയുകയാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിക്ക് നിൽക്കുന്നു. ശാരദാമ്മയും ശാലിനിയും നല്ല സന്തോഷത്തിൽ ടാറ്റ പറയുകയാണ്. അവർ രാമേട്ടൻ കൊണ്ടുപോകുന്നുണ്ട്.
തുടർന്ന് അയ്യോ കറി അടുപ്പത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് അടുക്കളയിലേക്ക് ഓടുന്നുണ്ട്. അന്നേരം ശാലിനി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കുഞ്ഞേച്ചി എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ശാലിനി ആണെങ്കിൽ അതൊന്ന് മൈൻഡ് ചെയ്ത് അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. ശാലിനി ആ ക്ഷണിച്ച് ഉറക്കമൊന്നും ഇല്ലാതെ വന്നിരിക്കുകയാണല്ലോ. അന്നേരം ശ്യാമയാണെങ്കിൽ ശാലിനിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്താ കുഞ്ഞേച്ചി, ഞാനൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡ് പോലും ആക്കാത്ത എന്താണെന്ന് പറയുമ്പോൾ എന്താണെന്ന് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അന്നേരം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു ബാധ്യതയാണല്ലോ, ഞാനിവിടെ വന്ന് നിൽക്കുകയാണല്ലോ, എന്നോട് ദേഷ്യമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ടത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ ആകെ ടയേർഡാണ്, ഉറക്കം പോലും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഹാഫ് ഡേ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. ഇനി നീ പറ, നിൻ്റെ കാര്യം കേട്ടിട്ട് ഞാൻ വേറെ എന്തിനും പോകുന്നുള്ളൂ, എന്താ നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം, ഞാനിങ്ങനെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാക്കണം എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം വേണമെന്ന് പറയുമ്പോൾ രോഹിത്തിനോട് എന്ത് സംസാരിക്കാനാണ്, അവൻ സ്വഭാവത്തോടെ ഒരു മിനിറ്റെങ്കിലും നിന്നാൽ മാത്രമല്ലേ അവനോട് എന്തെങ്കിലും സംസാരിക്കത്തുള്ളൂ, അല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയും വെളിയിലേക്ക് വരുന്നുണ്ട്. അന്നേരം പറയുകയാണ്, രോഹിത് ഇങ്ങനെ ആയതിന് ആരാണ് കുറ്റക്കാര്, അതൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, കുഞ്ഞേച്ചിയും അമ്മയും ഈ നിൽക്കുന്ന അമ്മയും നമ്മളെല്ലാവരുമാണ് രോഹിത്തിനെ എങ്ങനെ ആക്കിയത് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയും ശാലിനിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് ശ്യാമയുടെ ആ സംസാരം കേട്ടിട്ട്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, രഹസ്യങ്ങളെല്ലാം രഹസ്യമായിട്ട് തന്നെ ഉള്ളിൽ വെക്കണമായിരുന്നു, അത് ഒരു പരിധിവരെ നമുക്കൊക്കെ കഴിയും, പക്ഷെ ആണുങ്ങൾക്ക് അതിന് കഴിയില്ല, അവരതിനെതിരെ പ്രതികരിക്കും, അത് തന്നെയാണ് ഇപ്പോൾ രോഹിത്തും ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കുറ്റമെല്ലാം രോഹിത്തിനായല്ലോ, ഇപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുന്ന ഞാൻ വെറും മണ്ടിയായി, നിങ്ങൾ അമ്മയും മോളും ഒക്കെ നല്ല ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ശ്യാമയെല്ലാം അങ്ങ് ആകെ ദേഷ്യപ്പെട്ട് ശാലിനിക്കും ശാരദാമ്മയ്ക്കുമാണ് കുറ്റം എന്നുള്ള രീതിയിൽ അങ്ങ് ആകെ ചാടിത്തുള്ളി സംസാരിക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. അന്നേരമാണെങ്കിൽ പിന്നെ ശാലിനി പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വേണ്ടതാണ്, ഇനി എനിക്ക് കുത്തുവാക്കുകൾ സഹിച്ച് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മ ആണെന്ന് തോന്നുന്നു പറയുന്നത്, നീ രോഹിത്തിനെ പോയി നന്നാക്കാൻ നോക്ക്, നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണ് ശ്യാമ പറയുന്നത്, അപ്പോൾ ഞാൻ മണ്ടിയായല്ലേ, ഞാനാണല്ലേ കുറ്റക്കാരി, എല്ലാത്തിനും കാരണം ഞാനാണല്ലേ, ഇനി ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ ആട്ടം തുപ്പ് സഹിച്ച് നിൽക്കാനായിട്ട് ഞാൻ എന്തായാലും നിൽക്കുന്നില്ല, എനിക്ക് എൻ്റെ വഴി നോക്കിയേ പറ്റൂ എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ എന്തായാലും രോഹിത് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞതുപോലെ രോഹിത്തിൻ്റെ കൂടെ പോകാൻ തന്നെയാണ് ശ്യാമയോട് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ പപ്പി ഇല്ലാതെയാണ് രോഹിത്തിനടുത്തേക്ക് ഈ ശ്യാമ ആദ്യം പോകുന്നത്. അന്നേരമാണ് ഈ കള്ള് കച്ചവടം അതൊക്കെ കാണുന്നതും പപ്പിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നതുമൊക്കെ. ഇനി എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ രാഘവൻ നായർക്കുള്ള നെഞ്ചുവേദന ഇനി ഉണ്ടായതാണോ ഇല്ലയോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിന് ശാലിനിയെ വിളിക്കാൻ വേണ്ടി രാഘവൻ നായർ എന്തെങ്കിലും കരുതുകൂട്ടി ചെയ്തതാണോ അതോ യഥാർത്ഥമായിട്ട് സംഭവിച്ചതാണോ എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.